കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ സെറ്റിലായ ഇവൾ അച്ഛന്റെ മരണത്തിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തി. അച്ഛൻ മരിച്ചിട്ടും അവൾക്കൊരു കുലുക്കവുമില്ല, ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടിലെത്തിയ ശേഷം അവൾ തന്റെ കോളേജ് കാലത്തെ പ്രണയകഥ ഒരു കമ്പിതാക്കളോട് വിവരിക്കുന്നു. അവളുടെ കാമുകൻ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലെ പയ്യനായിരുന്നു. പാൽ വിറ്റ് ജീവിതം നയിക്കുന്നു അവൻ. അവർ കോളേജിൽ വെച്ചാണ് കാണുന്നത്. അവളെ കാണുമ്പോൾ എപ്പോഴും അവൻ കൂളിംഗ് ഗ്ലാസ് ധരിക്കാറുണ്ടായിരുന്നു. കാരണം അവൾ അത്രയ്ക്ക് സുന്ദരിയാണെന്നും അവർ ഒരുമിച്ച് നിന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ കഥാപാത്രത്തെ പോലെ തോന്നുമെന്നും അവൻ പറയുന്നു. അവർ പ്രണയത്തിലാവുന്നു. അവളുടെ ഏട്ടൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. അയാൾ പ്രണയത്തിന് കടുത്ത എതിരാളിയായിരുന്നു. ഒരു ജാതിവര്യൻ കൂടിയായിരുന്നു അയാൾ. അവരുടെ പ്രണയം ഏട്ടൻ അറിഞ്ഞു. തമ്മിലുള്ള പ്രണയം അറിഞ്ഞ അയാൾ അവനെ ക്രൂരമായി അടിക്കുകയും അവന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവളുടെ ഏട്ടൻ അവന്റെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു കളയുകയും അവൻ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന പശുക്കിടാവിനെ കൊന്ന് ബിരിയാണി ഉണ്ടാക്കി അവനെ കൊണ്ട് തന്നെ കഴിപ്പിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ പ്രണയം വിജയിക്കില്ലെന്ന് മനസ്സിലാക്കിയ ഇരുവരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആത്മഹത്യക്ക് മുൻപ് അവൻ തന്റെ അവസാന ആഗ്രഹമായി ഒരു സിഗരറ്റ് വലിക്കുന്നു. അവൻ മരിക്കുകയും അവളെ അവളുടെ ഏട്ടൻ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൾ വിചാരിക്കുന്നത് കാമുകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നായിരുന്നു. അവസാനമാണ് അവൾ അവന്റെ വീട്ടിലെത്തിയപ്പോൾ മനസ്സിലാക്കുന്നത് അവൻ മരിച്ചുപോയി എന്നത്. അവൾ ആകെ തകർന്നു പോകുന്നു. അവന്റെ ഒരു ഫോട്ടോ കൂടെ ഇല്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൾ കാമുകന്റെ ഒരു ചിത്രം വരയ്ക്കുന്നു. അവന്റെ ഫോട്ടോകളൊന്നും അവശേഷിക്കുന്നതിനാൽ അവന്റെ അമ്മയുടെ മുഖസാമ്യം വെച്ചാണ് അവൾ ആ കളർ ഫോട്ടോ പൂർത്തീകരിക്കുന്നത്.